Hi friends, Assalamualaikum. Welcome back SHANSHABI recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു രസം റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസം എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഇന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ടൊരു ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിക്കുന്ന ജാറില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. എല്ലാവരും ചതച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചെറിയ മുട്ടിയൊക്കെ ഉണ്ട്, അതിൽ ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇതിലാണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു ഇഞ്ചി, പിന്നെ വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 7 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 10 എണ്ണം എടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാൻ ഇവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഒരു 7 അല്ലി ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്താൽ മതി. നല്ല പോലെ പേസ്റ്റായി കിട്ടേണ്ട ആവശ്യമില്ല, അപ്പം നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാനിപ്പോൾ അടുപ്പിലൊരു കടായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ കൃത്യമായിട്ടൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. വെളിച്ചെണ്ണ ഈ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നേരെ നമ്മളത് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇത് ഫസ്റ്റ് ടൈം ചേർത്ത് കൊടുക്കാത്തത് കാരണം ഈ ടൈം ആകുമ്പോഴേക്കും അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇപ്പം ചേർത്ത് കൊടുത്താൽ കരിഞ്ഞു പോവില്ല. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 എണ്ണം മതി, കൂടുതലാവൊന്നും വേണ്ട. അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്തെടുക്കാനുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, അങ്ങനെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടികളുടെ മണമൊക്കെ മാറുന്നത് വരെ, പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇത്ര പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് 4 കപ്പ് വെള്ളത്തിലേക്ക് പിഴിഞ്ഞിട്ട് ജ്യൂസാക്കി എടുത്തതാണ്. കൃത്യമായിട്ട് തന്നെ എടുക്കുക, എന്നാലുള്ള കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നിട്ട്, ഞാനത് കുറച്ചെടുത്തിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് ചേർത്തുകൊണ്ട് കായപ്പൊടിയാണ്. നമ്മൾ സാമ്പാറിലൊക്കെ ഉള്ള കായല്ലേ, ആ കായപ്പൊടി തന്നെയാണ് ഇതിലേക്കും യൂസ് ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേഗത്തിൽ ഇട്ടുകൊടുക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഉപ്പ് കുറവുള്ളവരുണ്ടാവും, ഉപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഉപ്പിൻ്റെ കാര്യമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു തിള വരുന്ന വരെ, ഇങ്ങനെ തിള വരുന്നത് വരെ മാത്രം വെയിറ്റ് ചെയ്യുക. വല്ലാതെ തിളച്ച് പോകണ്ട, അപ്പം ഈ രസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും. അതുകൊണ്ടാണ്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കണം. ഒരു ചെറിയ തക്കാളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്ത തക്കാളി ആണ് ആവശ്യം. ഇതിലേക്ക് പിന്നെ മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പൊന്നും ഇല്ലാതെ രസം തന്നെ അല്ല, അപ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്
മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ തക്കാളിയൊക്കെ ലാസ്റ്റ് ചേർക്കണം ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഫസ്റ്റ് ടൈം ചേർത്താൽ നല്ല പോലെ വഴന്ന് പോവും. അതുകൊണ്ടാണ്. ഇനി ചെറിയൊരു തള വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ തള വരണം. ഓവറായിട്ട് തിളച്ച് പോകരുത്. ഓവറായിട്ട് തിളച്ച് പോകുമ്പോൾ രസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ രസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ രസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. രസം ഇഷ്ടമുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് കാണാം.